പക്ഷെ ഇവിടെ കോർപ്പറേഷൻ നൽകിയിരിക്കുന്ന 90 വണ്ടിക്കും സെയിം ഒറ്റ വിലയാണ്. അതായത് ചായ കച്ചവടം ചെയ്യുന്നവർക്കും ഐസ്ക്രീം കച്ചവടം ചെയ്യുന്നവർക്കും കടല വിൽക്കുന്ന ആൾക്കും ഒറ്റ വിലയാണ്. ആ വിലയുടെ വ്യത്യാസം, അതായത് ചായക്കട നടത്തുന്ന ആളെ വാഹനത്തിൽ 46,000 രൂപയുടെ ഇന്റീരിയൽ ഉണ്ട്. ഞാൻ രേഖാമൂലാണ് സംസാരിക്കുന്നത്, വേണമെങ്കിൽ ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് തരാം. ഈ ക്യാമറ ഒന്ന് ഞാൻ പറയട്ടെ, ഈ ക്യാമറ ഒന്ന് അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് കാണിക്കാനും പറ്റും, അത് കാണാനും പറ്റും, ഈ വിഷയം ഇവിടുന്ന് കാണാനും പറ്റും. ഒരു വാഹനത്തിനകത്ത് 44,000 രൂപയുടെ ഇന്റീരിയൽ ഉണ്ട്, GST ഉൾപ്പെടെ. അതേ വാഹനം തന്നെ കടല വെക്കുന്ന ആൾക്ക് ഇതൊന്നും 44,000 സാധനം ഇല്ല. ആ പൈസയിൽ 70 വാഹനത്തിന് അത്തരം പൈസ ഈടാക്കിയിട്ടുണ്ട്. 3 ലക്ഷം രൂപയാണ് ഈടാക്കിയത്. ആ പൈസ ആർക്കാണ് നൽകിയിരിക്കുന്നത്, അല്ല ആരാണ് വാങ്ങിയിരിക്കുന്നത്, അതൊന്നും സമർപ്പിച്ചു. ഇർഫാൻ വളരെ സദസ്സിലിരിക്കുന്നുണ്ടെങ്കിലും ഈ നഗരത്തിലെ സജീവ കോൺഗ്രസ് പ്രവർത്തനം ഈ 5 കൊല്ലക്കാലം കോർപ്പറേഷനെതിരായി സമരം നടത്തുന്ന പ്രവർത്തനം കൂടിയാണ്. ഞാൻ നിങ്ങളെ കൂടെ സ്വാശ്രയ സമരത്തിൽ പങ്കെടുത്തവനാണ്. ഞാൻ നിങ്ങളെ കൂടെ സ്വാശ്രയ സമരത്തിൽ പങ്കെടുത്ത് ജയിക്കുന്നവനാണ്. ശരി, അല്ല ഒരു പ്രശ്നത്തിലേക്ക് പോലെ അല്ലല്ല, പ്രശ്നത്തിലേക്ക് പോലെ പ്രശ്നത്തിലേക്ക് അല്ലല്ല, ഒരു പ്രശ്നത്തിലേക്ക് പോലെ പ്രശ്നത്തിലേക്ക് പോലെ അല്ലല്ല, പ്രശ്നത്തിലേക്ക് ഇരുന്നോ ഒരു പ്രശ്നത്തിലേക്ക് പോലെ. പ്ലീസ്